കേരളത്തിലെ തീവണ്ടി യാത്ര എത്രത്തോളം സുരക്ഷിതമാണ്? ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ഈ ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുകയാണ്. പ്രധാനമായും റെയിൽവേയിലെ എഞ്ചിനീയർമാർ തന്നെ കേരളത്തിലെ റെയിൽ പാളങ്ങൾ അപകട ഭീഷണിയിലാണ് എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രത്യേക ചർച്ച സ്പെഷ്യൽ എഡിഷൻ സംഘടിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. റെയിൽവേ യാത്ര നിങ്ങൾക്ക് സുരക്ഷിതമാണോ? നിങ്ങൾക്ക് എത്രത്തോളം ആശങ്കയുണ്ട്? ഞങ്ങളുടെ ടെലിഫോൺ ലൈൻ നമ്പറുകൾ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്പെഷ്യൽ എഡിഷനിൽ അറിയിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ റെയിൽവേ പാതകളിൽ അപകടകരമായ വിള്ളലുകൾ ഉണ്ടെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തിനും ഷൊർണൂരിനുമിടയിൽ 202 വിള്ളലുകളെന്ന് എഞ്ചിനീയർമാരുടെ സംഘടന. കറുകുറ്റിയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതുവരെ ട്രെയിനുകൾ അരമണിക്കൂർ വരെ വൈകുമെന്ന് റെയിൽവേ. ജോലി സമയത്ത് ആഘോഷങ്ങൾ നിയന്ത്രിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഓണാഘോഷം ജോലി സമയം കഴിഞ്ഞ് ക്രമീകരിക്കണമെന്ന് നിർദ്ദേശം. സർക്കാരിന്റെ 100ാം ദിനത്തിൽ ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകുമെന്ന് LDF. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF ധർണ. തിരുവനന്തപുരത്ത് 4ഇടത്തുകൂടി ATM തട്ടിപ്പിന് ശ്രമം നടന്നതായി പ്രതി ഗബ്രിയേലിന്റെ മൊഴി. വിദേശ രാജ്യങ്ങളിലും തട്ടിപ്പ് നടത്തിയതായി വെളിപ്പെടുത്തൽ. കേരളത്തിലെ ട്രെയിൻ യാത്ര എത്രത്തോളം സുരക്ഷിതമാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ഞായറാഴ്ചയാണ് കറുകുറ്റിയിൽ മലബാർ എക്സ്പ്രസിന്റെ 12 ബോഗികൾ പാളം തെറ്റിയത്. റെയിൽവേയുടെ പ്രാഥമികമായ നിഗമനം ഇവിടെ പാളത്തിൽ വിള്ളലുണ്ടായിരുന്നു എന്നതാണ്. ഏതായാലും ദക്ഷിണ റെയിൽവേയുടെ ഉന്നത അന്വേഷണ വിദഗ്ധ സമിതി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. ദൃക്സാക്ഷികളിൽ നിന്നും ലോക്കോമോട്ടീവ് പൈലറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ. എന്നാൽ ഈ ഘട്ടത്തിലാണ്, ഈ സന്ദർഭത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്ക കൂട്ടുന്ന പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയറിംഗ് ഫെഡറേഷന്റെ ഇന്ന് പുറത്തു വന്നിട്ടുള്ള അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ 202 ഇടങ്ങളിൽ പാളങ്ങളിൽ വിള്ളൽ ഉണ്ട് എന്നതാണ്. അതായത് ഉടൻ തന്നെ മാറ്റണം എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പാളങ്ങൾ കേരളത്തിലുണ്ട്. ആ പാളങ്ങൾക്ക് മുകളിലൂടെയാണ് നമ്മളുടെ ട്രെയിനുകൾ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ധൈര്യത്തിലാണ്, എന്ത് വിശ്വാസത്തിലാണ് കേരളത്തിലെ തീവണ്ടി യാത്രികർ പാളത്തിലൂടെ അവരുടെ റെയിൽ സഞ്ചാരങ്ങൾ നടത്തുന്നത്? ആരാണ് ഈ പാകപ്പിഴകൾക്കുള്ള ഉത്തരവാദി? ഒരാളെയാണ് റെയിൽവേ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, റെയിൽവേയിലെ പെർമനന്റ് വേ ഇൻസ്പെക്ടറായ രാജു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കാൻ ആകുമോ? എന്താണ് റെയിൽവേ ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നത്? ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കണം. ആദ്യം നമുക്ക് എന്താണ് റെയിൽവേ പാളങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് റെയിൽവേ പാളങ്ങളിൽ ഉണ്ടാകുന്ന അപാകതകൾ, റെയിൽവേ പാളങ്ങളിലെ വിള്ളൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് തരത്തിലാണ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുന്നത്, എന്താണ് അതിനുള്ള മാനദണ്ഡം, അതിനാരാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്, ഏത് നിലകളിലൂടെയാണ് ഈ റിപ്പോർട്ടുകൾ സഞ്ചരിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഇതാണ് ഇന്ന് ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ പുറത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അവരുടെ വാർത്താക്കുറിപ്പിലെ ഭാഗം. അത് ഇങ്ങനെ പറയുന്നു: കേരളത്തിലെ റെയിൽവേ സുരക്ഷ അതീവ അപകടാവസ്ഥയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാർത്താക്കുറിപ്പ്. അതിൽ IMR ഇമ്മീഡിയറ്റ്ലി റിമൂവൽ വിത്തിൻ 3 days എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പാളത്തിലെ ഭാഗങ്ങൾ, ആ തരത്തിൽ 202 പാളങ്ങളിൽ 202 ഇടങ്ങളിൽ ഈ തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടും അത് മാറ്റാനോ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷിതമായ പാതയൊരുക്കാനോ റെയിൽവേ അധികൃതർ വേണ്ട ശ്രദ്ധ കാണിച്ചില്ല എന്നതാണ് കറുകുറ്റിയിൽ റെയിൽവേ പാളത്തിൽ മലബാർ എക്സ്പ്രസ് പാളം തെറ്റിയതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്. എന്ന് പറയുമ്പോൾ കേരളത്തിലെ ട്രെയിൻ യാത്ര ഇനിമേൽ എത്രമാത്രം സുരക്ഷിതമാണെന്ന ആശങ്കയ്ക്ക് അർത്ഥമുണ്ടെന്നർത്ഥം. കറുകുറ്റിയിലെ പാളത്തിലെ വിള്ളൽ, മലബാർ എക്സ്പ്രസിന്റെ 12 ബോഗികളാണ് കഴിഞ്ഞ ഞായറാഴ്ച പാളം തെറ്റിയത്. എങ്ങനെയാണ് ഈ റെയിൽവേ പാളങ്ങളിലെ അടയാളപ്പെടുത്തലുകൾ എന്ന് നമുക്ക് നോക്കാം. സുരക്ഷാ മുന്നറിയിപ്പ് അവഗണിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ കറുകുറ്റിയിലെ 12 ബോഗികൾ പാളം തെറ്റി വലിയ ദുരന്തത്തിന് തലനാരിഴക്കി രക്ഷപ്പെടാൻ ഇടവരുത്തിയത്. വിള്ളൽ കണ്ടെത്താൻ 3 മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന അൾട്രാ സ്കാനിംഗ് എന്ന സൂക്ഷ്മ പരിശോധനയാണ് ആവശ്യം. അതിൻ്റെ പേര് USFD എന്നാണ്. അൾട്രാ സ്കാനിംഗ് ഫ്ലോ ഡിറ്റക്ഷൻ എന്നാണ് അതിന് പറയുന്ന അതിൻ്റെ സാങ്കേതികമായ പദം. USFD എന്ന് പറഞ്ഞാൽ അൾട്രാ സോണിക്
ഫ്ലോ ഡിറ്റക്ഷൻ. റെയിൽവേ പാളങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകളോ അതിസൂക്ഷ്മമായിട്ടുള്ള മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളോ സങ്കീർണതകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ ഉപകരണമാണ് അൾട്രാസോണിക് ഫ്ലോ ഡിറ്റക്ഷൻ. ഇത് ചെയ്യുന്ന എഞ്ചിനീയർമാരുണ്ട്. USFD എഞ്ചിനീയർമാരാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. നമുക്ക് റെയിൽവേ പാളങ്ങളിൽ ഇതുപോലെയുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. OBS എന്നാണ്, OBC എന്നല്ല OBS എന്നാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. OBS എന്ന് പറഞ്ഞാൽ അണ്ടർ ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൽ നിൽക്കുന്നു ഈ പാളങ്ങൾ. ഇവിടെ അപകട സാധ്യത ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ആ പാളത്തിൽ അപാകതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നതാണ് OBS എന്ന്. നിങ്ങൾക്ക് റെയിൽ പാളങ്ങളിൽ OBS എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അണ്ടർ ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണത്തിലിരിക്കുന്ന പാളങ്ങൾ എന്നാണ് അർത്ഥം. ഈ ഭാഗങ്ങളിലൂടെ വേഗത കുറച്ച് മാത്രമാണ് തീവണ്ടികൾ പോകേണ്ടത്. അതായത് 30 കിലോമീറ്റർ വരെ വേഗതയിൽ വേണം ഇവിടെ ട്രെയിനുകൾ കടന്നു പോകേണ്ടത്. ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഈ റെയിൽവേ ട്രാക്കുകളിൽ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഭാഗമാണ് IMR എന്നത്. IMR എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് റിമൂവൽ വിത്തിൻ 3 days, 3 ദിവസത്തിനകം ഉടനടി തന്നെ ആ പാളങ്ങൾ മാറ്റണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നതാണ് IMR എന്ന അടയാളം. IMR എന്ന് അടയാളപ്പെടുത്തുകയും ആ IMR എന്ന് അടയാളപ്പെടുത്തിയ വിവരം അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് പാളങ്ങൾ മാറ്റുക എന്നതാണ് റെയിൽവേ അധികാരികൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ യാത്ര സുരക്ഷിതമാക്കി മാറ്റാൻ കഴിയുക. ഇവിടെ ഈ വിവരങ്ങൾ ഒരു എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്യുക. അത്തരത്തിൽ പാലക്കാട് ഡിവിഷനിലും തിരുവനന്തപുരം ഡിവിഷനിലുമായി ഏതാണ്ട് 12ഓളം എഞ്ചിനീയർമാരുണ്ട്. ഈ USFD എഞ്ചിനീയർമാർ അവർ ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക ഇതിന് മുകളിലുള്ള ഡിവിഷണൽ എഞ്ചിനീയർക്കാണ്. ഡിവിഷണൽ എഞ്ചിനീയർക്കും അതുപോലെ തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റെയിൽവേ അധികാരികൾ അതിൽ നടപടിയെടുക്കേണ്ടതാണ്. ഇവിടെ 202 ഇടങ്ങളിൽ ഈ തരത്തിൽ അപകടകരമായ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം, ഒപ്പം തന്നെ അതിഥികളിലേക്കും പോകാം. കൊടിക്കുന്നിൽ സുരേഷ് MP ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലത്ത് തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഓൾ ഇന്ത്യ റെയിൽവേ എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലെ വിവരങ്ങൾ, ആ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവമുള്ളതാണ്. കേരളത്തിലെ റെയിൽവേ പാതകളിലെ യാത്ര ഒട്ടും തന്നെ സുരക്ഷിതമല്ല. ഏത് സമയത്തും ഒരു അപകടമുണ്ടാകാൻ പാകത്തിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റെയിൽവേ അധികൃതർ ഇക്കാര്യം ഗൗരവത്തിൽ എടുക്കാത്തത്? റെയിൽവേ എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരുടെ ഒരു ഫെഡറേഷനാണ് ഈ കേരളത്തിലെ റെയിൽവേ ലൈനുകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുവെന്നും അതുപോലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം പല റെയിൽ പാളങ്ങളും അപകടാവസ്ഥയിലാണെന്നുള്ള വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം പാനിക് സിറ്റുവേഷൻ കേരളത്തിലെ റെയിൽവേ യാത്രാ രംഗത്തുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സംശയമാണ്. അങ്ങനെ പറയുന്ന തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതിയാണെങ്കിൽ തീർച്ചയായും അടിക്കടി അപകടങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം വന്നിരിക്കുന്നത് നമുക്കറിയാം, ഒരു ഒറ്റപ്പെട്ട ഒരു അപകടമായിട്ടാണ്. പക്ഷേ ഫെഡറേഷൻ പറയുന്ന ഈ തരത്തിലുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ അപകടങ്ങൾ ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിക്കുന്ന അപകടങ്ങൾ ഒരുപക്ഷെ അതിന് കാലവിളംബം ഉണ്ടാകാൻ സാധ്യതയില്ല. അതങ്ങനെ ഇത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ട്രാക്കുകളിൽ അല്ലെങ്കിൽ പാളങ്ങളിൽ നിലനിൽക്കുന്നതെങ്കിൽ അതിന് കാലവിളംബമോ സമയമോ ഒരുപക്ഷെ ഉണ്ടാകാനിടയില്ല. അപ്പോൾ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകാം. അപ്പോൾ ഇതൊരു പാനിക് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ പാളങ്ങളുടെ അല്ലെങ്കിൽ റെയിൽവേ പാളങ്ങളുടെ സുരക്ഷിതത്തെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തേണ്ടതാണ്. നമുക്കറിയാം, റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹമാണ് ഈ റെയിൽവേ പാളങ്ങളുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരിശോധിച്ചാണ് റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടികളുടെ ഓട്ടവും അതിൻ്റെ പുതിയ പാളങ്ങളിലൂടെ വണ്ടി ഓടുന്നതൊക്കെ റെയിൽവേ സേഫ്റ്റി. ഈവൻ ഒരു റെയിൽവേ അണ്ടർ ബ്രിഡ്ജോ റെയിൽവേ ഓവർ ബ്രിഡ്ജോ പണിതാൽ പോലും ആ പണിയുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും
റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ വന്ന് പരിശോധിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റെയിൽവേക്ക് അത് ഓപ്പറേഷണലാക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. പക്ഷേ റെയിൽവേ എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കൊടുക്കുന്ന സുരേഷ്, ഇപ്പോൾ ആദ്യം നടപടി ഉണ്ടായിരിക്കുന്നത് റെയിൽവേയുടെ പെർമനന്റ് വേ ഇൻസ്പെക്ടറായ രാജു ഫ്രാൻസിസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇതേ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഇവരുടെ ശ്രേണിയിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെടുന്ന എഞ്ചിനീയർമാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കേരളത്തിലെ പാളങ്ങളിൽ പല പ്രധാന ഇടങ്ങളിലും ഈ തരത്തിൽ വിള്ളലുകളുണ്ട്. അവിടെ ഈ പറയുന്നത് മാതിരി IMR ഇമ്മീഡിയറ്റ് റിമൂവൽ വിത്തിൻ 3 days, 3 ദിവസത്തിനകം അടിയന്തരമായി മാറ്റേണ്ട പാളങ്ങൾ, ആ തരത്തിൽ ഗൗരവമുള്ള വിള്ളലുകളുള്ള പാളങ്ങളുണ്ട്. അവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നടപടികൾ ഉണ്ടായിട്ടില്ല. ഇനി ഒരു സുരക്ഷ മുൻനിർത്തി ഈ പാളങ്ങളിൽ അല്ലെങ്കിൽ പാളങ്ങളിലെ ഈ ഭാഗങ്ങളിലൂടെ ട്രെയിനിന്റെ യാത്ര വേഗം കുറച്ച്, ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ പാലക്കാട് ഡിവിഷനിൽ 32 ഇടങ്ങളിൽ, അതുപോലെ തിരുവനന്തപുരത്ത് 38 ഇടങ്ങളിലും വേഗ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഇത്രയും ഗൗരവമുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം മാത്രമാണ്. അതിനു മുൻപും ഇതേ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ അപകട സാധ്യതയുള്ള പാളങ്ങളിൽ വേഗം കുറച്ച് പോകണമെന്ന്. അപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശമാണ് ട്രെയിൻ ഷെഡ്യൂൾ കൃത്യമായി പാലിക്കണമെന്ന്. ഇവിടെയൊക്കെ ഒരു തരത്തിലുമുള്ള പരിഗണന കിട്ടാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ്. അല്ല, ഇതിനകത്ത് ഈ എഞ്ചിനീയർമാർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ആണല്ലോ ഈ പണികൾ താഴെ തട്ടി ചെയ്യുന്നത്. ഈ പാളങ്ങളുടെ പണി, അതിൻ്റെ റിനോവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ്, ഇതെല്ലാം ചെയ്യുന്നത് ഈ എഞ്ചിനീയർമാരാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ സാധ്യമല്ല. അവരും ഇതിനകത്ത് ഈക്വൽ റെസ്പോൺസിബിൾ ആയ ആളുകളാണ്. ഇതിൻ്റെ സംബന്ധിച്ച് അന്വേഷണം വരുമ്പോൾ മേലുദ്യോഗസ്ഥനോടൊപ്പം തന്നെ താഴെ ട്രാക്കിൽ അല്ലെങ്കിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ട്രാക്കിൻ്റെ മെയിൻ്റനൻസ് നോക്കുന്ന, ട്രാക്കിൻ്റെ സേഫ്റ്റി നോക്കുന്ന, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ട്രാക്ക് മാൻസും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദികളാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് ഇതിനകത്ത് കൈ കഴുകാൻ സാധ്യമല്ല. ഇതിലെല്ലാവർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉന്നതതല അന്വേഷണം, അത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഉള്ള അന്വേഷണമാണെങ്കിൽ ആരെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി, ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയെ കൊണ്ടോ അതല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സംവിധാനം, ഒരു അന്വേഷണ സംവിധാനത്തിലൂടെ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ റെയിൽവേ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ ഒരു അന്വേഷണം നടത്തിയാൽ തൃപ്തികരമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് പുറത്തു വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ നമുക്ക് വസ്തുതകൾ ശരിക്കും മനസ്സിലാകുന്ന ഒരു റിപ്പോർട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ടൊരു സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജിയോ റിട്ടയർഡ് ജഡ്ജിയോ കൊണ്ടോ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റെയിൽവേ ഇതിൻ്റെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ റെയിൽവേയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വസ്തുതകൾ യാഥാർത്ഥ്യമാണെങ്കിൽ അതിന് ഉത്തരവാദികളായ ബോർഡിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മുതൽ ഇങ്ങ് താഴെയുള്ള എഞ്ചിനീയർ വരെ ഉള്ളവർ നടപടികൾക്ക് വിധേയമാകേണ്ടതാണ് എന്ന് താങ്കൾക്ക് തിരിച്ചു വരാം. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ശ്രീ CE ചാക്കുണി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിൽ നിന്നൊപ്പം തന്നെ റെയിൽവേ കോൺട്രാക്ടേഴ്സ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ശ്രീ നജീബ് മണ്ണേൽ, അദ്ദേഹം ടെലിഫോണിൽ ഉണ്ടാകും. നമുക്ക് ഈ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ആശങ്കയോട് കൂടിയാണ് കേരളത്തിൽ ഇനി മുതൽ റെയിൽവേ ട്രെയിൻ യാത്ര നടത്തേണ്ടത്? ഏത് തരത്തിലുള്ള ആശങ്കയാണ് ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കുള്ളത്? അവരുടെ ആശങ്കകൾ കൂടി സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പങ്കുവെക്കുകയാണ്. നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം നൗഷാദാണ് ടെലിഫോണിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഹലോ നൗഷാദ്, യാത്ര ചെയ്യുന്ന ഒരാളാണ്. നൗഷാദ് എവിടുന്നാ വിളിക്കുന്നത്? ഇത് മാവൂരിന്നാണ്. മാവൂരിന്ന് പറയൂ നൗഷാദ്. അതെ, ഞാൻ ട്രെയിനിൽ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. എന്താ വെച്ചാൽ നമ്മളെ ഒരു പാതയും സുരക്ഷിതമല്ല എന്ന് ഉറപ്പാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് ഒരു പാതയും സുരക്ഷിതമല്ല എന്ന്? അതായത് ഇവരെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതൊക്കെ അനാസ്ഥയൊക്കെ ഉണ്ട്. ട്രെയിനാണെങ്കിൽ അങ്ങനത്തെ വേഗത. ഞാൻ മിക്കവാറും കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ തലശ്ശേരിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യുമ്പോൾ അറിയാം പാളത്തിന്റെ ആ ചരിവും കാര്യങ്ങളൊക്കെ.
അപ്പൊ നമുക്ക് എന്നും ആശങ്കയുള്ള ആൾക്കാരാണ് നമ്മൾ. റെയിൽവേക്ക് ആകെ പറ്റുന്നത് ഇപ്പം വൈകുന്നേരം ടൈം ആയാലും പിന്നെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് കയറുന്ന ആൾക്കാരെ പിടിക്കുക, അവർക്ക് ഫൈൻ ഇടുക, അതൊക്കെയാണ് റെയിൽവേ നോക്കുന്നത്. സുരക്ഷിതമല്ല യാത്ര. ശരി നൗഷാദ്, വീണ്ടും മറ്റൊരു പ്രേക്ഷകരുണ്ട് ടെലിഫോണിൽ. പറയൂ, എന്താ പേര്? കേൾക്കുന്നുണ്ടോ? ദാസൻ ടെലിഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ ചാക്കുണ്ണി, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഇനി മുൻപത്തേതുപോലെ നമുക്ക് അത്ര എളുപ്പത്തിൽ തീവണ്ടി ഗതാഗതത്തെ ആശ്രയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഉള്ളിൽ ഒരു ഭയമുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത്. എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും കേരളത്തിൽ ട്രെയിനുകളിൽ? ഗതികൊണ്ടാണ് യാത്രക്കാർ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ മുതിരുന്നത്. കണക്കുകൾ തന്നെ വന്നു യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. വളരെ ആശങ്കയോടുകൂടി നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഒരു കാലത്ത് സുരക്ഷിതത്വത്തിന് പേര് കേട്ടതായിരുന്നു റെയിൽവേ. ഇന്ന് അടിക്കടി അപകടങ്ങളുണ്ടായിരിക്കുകയാണ്. എൻജിനീയേഴ്സ് പുറത്തുവിട്ട രേഖകളോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനു മുമ്പായിട്ട് നമ്മുടെ സുരേഷ് സാറ് പറഞ്ഞതിനൊരു കാര്യം പറയുന്നത്, ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം അല്ല വേണ്ടത്, ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. അതിൻ്റെ കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണങ്ങൾ വന്നാൽ അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച് വളരെ ശരിയാണ്. ഇവിടെ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്നുള്ള ഒരു ഉദ്യോഗസ്ഥ സസ്പെൻഡിൽ തന്നെ വളരെ വ്യക്തമാണ്. റെയിൽവേ വീഴ്ച പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ റെയിൽപാതകൾ സുരക്ഷിതമല്ല എന്ന് 2013 മുതൽക്ക് തന്നെ നിരന്തരം ഇദ്ദേഹം MP ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വരെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് വരെ കൊടുത്തിട്ടുണ്ട്. സുരേഷ് സാറിന് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല. റെയിൽവേ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ശുഷ്കാന്തി കാണിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ പല സ്ഥലങ്ങളിലും വെൽഡേഴ്സിന്റെ ഒന്നും പോസ്റ്റ് തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. വേക്കൻസി ഇല്ല, ഫില്ല് ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം, പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കുന്നില്ല, പാളങ്ങളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ല. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം, കേരളത്തിലെ റെയിൽപാതകൾ 1 മീറ്ററിന് 52 കിലോ ആണ് ഇരുമ്പ് ഉപയോഗിക്കുന്നത്, സ്റ്റീൽ ഉപയോഗിക്കുന്നത്, മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അതേസമയത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ 1 മീറ്ററിന് 60 കിലോ ആണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഞാൻ ടെക്നിക്കൽ വശത്തേക്ക് കടക്കുന്നില്ല, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങളാണിത്. ഇവിടെ അപകടങ്ങൾ ഒഴിവാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റെയിലോര യാത്രക്കാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അടിക്കടി റെയിൽവേയിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ 1 മിനിറ്റ് ശ്രീ ചാക്കുണ്ണി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അല്പം മുൻപ് ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് മുൻപ് റെയിൽവേയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ടെലിഫോണിൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനോ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി വിശദീകരണങ്ങൾ നൽകാനോ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതേസമയം റെയിൽവേക്ക് അകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, എല്ലാ സമയങ്ങളിലും ഈ പറയുന്ന പാളങ്ങളിലെ പ്രശ്നങ്ങളായാലും അതല്ലെങ്കിൽ ബോഗികളിലെ പ്രശ്നങ്ങളായാലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ വലിയ പദവിയിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് പല സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും എന്തെങ്കിലും ഒരു അപകടമോ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കീഴ് ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുകയുമാണ് പതിവെന്നാണ്. റെയിൽവേയെ സംബന്ധിച്ച് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ റെയിൽവേ സംവിധാനത്തിലാകെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അത് വലിയ വലിയ അപകടങ്ങൾ ഭാവിയിൽ ക്ഷണിച്ചു വരുത്താൻ പാകത്തിലുള്ളതാണ്. അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു എന്നാണ്. താങ്കൾ MP ആയിരുന്നപ്പോൾ, ഇവിടെ ശ്രീ ചാക്കുണ്ണി പറയുന്നു താങ്കൾ MP ആയിരുന്നപ്പോൾ, ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ കഴിഞ്ഞ ടേമിലുള്ളപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷനെല്ലാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒന്നും നടത്തിയെടുക്കാൻ സാധിച്ചില്ല എന്ന പരാതിയാണ് ശ്രീ ചാക്കുണ്ണിയെ പോലുള്ളവർക്കുള്ളത്. നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാകുമ്പോൾ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം. ആ പെരുമൺ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച റെയിൽവേ പറഞ്ഞത് അത് ടൊർണാഡോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. ടൊർണാഡോ ആർക്കും മനസ്സിലാകാത്തൊരു വേടും അതിൻ്റെ വിശദാംശം ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു ടൊർണാഡോയുടെ പേരിൽ കൊണ്ടുവന്ന് പെരുമൺ ട്രാജഡി അല്ലെങ്കിൽ പെരുമൺ ട്രെയിൻ ദുരന്തത്തെ മാറ്റുകയാണ് റെയിൽവേ ചെയ്തത്. അപ്പോൾ റെയിൽവേ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പാവപ്പെട്ട കീഴുദ്യോഗസ്ഥന്മാരുടെ പേരിൽ
കുറച്ച് നടപടികൾ എടുക്കും. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ കൈ കഴുകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ ശ്രീ ചാക്കോണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ റെയിൽവേയിൽ ഒരു അധികാര വികേന്ദ്രീകരണം ആവശ്യമാണ്. എല്ലാ അധികാരങ്ങളും റെയിൽവേ ബോർഡിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ്. ഒരു ചെറിയ കാര്യം, ഒരു ട്രാക്ക്മാൻ്റെ കാര്യത്തിൽ നിയമനത്തിൽ പോലും, ഒരു ട്രാക്ക്മാനെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും റെയിൽവേ ബോർഡിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിയണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ അനുമതി വേണമെന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും റെയിൽവേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ രാജ്യത്ത് ആകമാനമാക്കി അധികാര വികേന്ദ്രീകരണം നടത്തിയിട്ടും റെയിൽവേ ബോർഡിൽ അധികാര കേന്ദ്രീകരണം നടക്കുന്നത്. ഒരു ട്രെയിനിൻ്റെ ഒരു സ്റ്റോപ്പ് അനുവദിക്കണമെങ്കിൽ, യാത്രക്കാരുടെ താല്പര്യപ്രകാരം ഒരു സ്റ്റോപ്പ് അനുവദിക്കണമെങ്കിൽ, ഒരു ടെമ്പററി സ്റ്റോപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് ഏതെങ്കിലും സ്റ്റേഷനിൽ ഒരു ടെമ്പററി സ്റ്റോപ്പ് അനുവദിക്കണമെങ്കിൽ അത് റെയിൽവേ ബോർഡിൽ പോയി അനുമതി വാങ്ങിക്കണം. ഇവിടെയുള്ള ഡിവിഷണൽ റെയിൽവേ മാനേജർക്കോ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ അതിനുള്ള അധികാരമില്ല. അപ്പോൾ അങ്ങനെയുള്ള അധികാര കേന്ദ്രീകരണമാണ് റെയിൽവേയുടെ തലത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് താഴോട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇത്രയും വലിയൊരു റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ്. ആ റെയിൽവേ ഓർഗനൈസേഷനിൽ കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താതെ അധികാര കേന്ദ്രീകരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും ഇപ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു നെറ്റ്വർക്ക് അല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു നെറ്റ്വർക്കാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ അപകടം ഉണ്ടെങ്കിൽ, ഇത്രയും പാളങ്ങളിലൊക്കെ ഇത്രയും റെയിൽവേ പാളങ്ങളിൽ ഇത്രയും അപകടങ്ങൾ പതിയിരിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യ ഒട്ടാകെയുള്ള റെയിൽവേ പാളങ്ങളിൽ ഇതിന് സമാനമായ സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം റെയിൽവേ എന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല, അത് ഇന്ത്യ ഒട്ടാകെ ഉള്ളത് കൊണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അപകട സാധ്യത ഇന്ത്യയിലെ മറ്റ് റെയിൽവേ ലൈനുകളിലും ഉണ്ടാകും എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ടാവും, വ്യക്തമായ ഒരു ചിത്രമാണ് തരുന്നത്. ഞാനൊരു മിനിറ്റ് MP, ഞാനൊന്ന് ഇടപെടുകയാണ്. അബ്ദുൾ സലാം എന്ന പ്രേക്ഷകൻ ടെലിഫോണിലുണ്ട്. അബ്ദുൾ സലാം, കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു. അബ്ദുൾ സലാം എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാനിപ്പോ മൈസൂറാണ്. ശരി, പറയൂ. ഞാൻ അധികവും ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്നവനാണ്. ഞങ്ങൾക്ക് ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ട്രെയിൻ യാത്ര ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിൽ കേരളത്തിലെ ട്രെയിൻ യാത്രയിലുള്ളത്. കാരണം ഒരു അപകടം വരുമ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ചാ വിഷയം എല്ലാം അന്വേഷിച്ച് എല്ലാവരും എത്തുന്നു. പിന്നെ ഈ അപകടം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ആരും അന്വേഷിക്കലോ ചോദ്യം ചോദിക്കലോ ഒന്നും ആരും ചെയ്യലില്ല. ഇതിന് എന്ത് സുരക്ഷിത ട്രെയിൻ യാത്ര? ഏറ്റവും അപകടം കുറഞ്ഞ ഒരു യാത്രയാണ് ട്രെയിൻ. ട്രെയിന് സുരക്ഷിതമെങ്കിൽ ഏറ്റവും അപകടം ഇല്ലാതൊരു യാത്ര ട്രെയിനിനെ പോലെ വേറെ യാത്രയില്ല. അത്രയും സൗകര്യമായും അത്രയും ഭദ്രതയുള്ള യാത്ര ട്രെയിൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അതിന്റെ പുരോഗതിയും, കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രെയിനല്ലാതെ വേറെ അതിന് അതിന് ഒരു ബദൽ സംവിധാനമായിട്ട് ഒരു ടെക്നോളജി ഒന്നും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പുരോഗമിച്ചിട്ടില്ല. ശരി അബ്ദുൾ സലാം. മൊയ്തു ഇരിങ്ങത്ത് എന്ന പ്രേക്ഷകനുണ്ട് കണ്ണൂരിൽ നിന്ന്. മൊയ്തു ഇരിങ്ങത്ത്, കേൾക്കാമല്ലോ അല്ലേ താങ്കൾക്ക്? പറയൂ. പറയൂ മൊയ്തു, എന്താണ് ഈ ട്രെയിൻ യാത്രയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആശങ്കകളാണുള്ളത്? അതായത് സാധാരണ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനമുണ്ട് കേരളത്തിൽ നിന്നാണ്. അപ്പൊ കേരളത്തിലുള്ള ഇത്തരം പറഞ്ഞോളൂ. കേരളത്തിലുള്ള ഇത്തരം റെയിലുകളൊക്കെ ഒന്ന് പുതുക്കിപ്പണിയുകയും അതിനൊക്കെ സർക്കാർ മുൻകൈ, കാരണം നല്ലൊരു വരുമാനം കേരളത്തിൽ നിന്നാണ് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകൾ, ഞാൻ ബോംബെയിലൊക്കെ പോയിട്ടുണ്ട്. ബോംബെയിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് ഇല്ലാതെ കയറിയിട്ട് TTL ഭീഷണിപ്പെടുന്ന അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോ എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ശരിക്കും മാന്യമായ രീതിയിൽ ടിക്കറ്റ് എടുക്കുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്യാറുണ്ട്. അല്ല, ഇപ്പൊ ഈ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പേടിയുണ്ടോ? ഇപ്പൊ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇത് കേട്ടോ തന്നെ പേടിയുണ്ട്. കാരണം ട്രെയിനാണ് സാറിന് നമ്മൾ സുരക്ഷിതമായിട്ട് ബസ്സിലൊക്കെ കൂട്ടിമുട്ടലും പ്രശ്നങ്ങളൊക്കെ പഴയ റോഡുകളും ഒരുപാട് വാഹനമാണ് റോഡിൽ. അപ്പൊ അത് നമ്മൾ ട്രെയിനിൽ കയറുന്ന നേരം ട്രെയിനിൽ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ ശരിക്കും എല്ലാവർക്കും പേടിയാണ് ആ രീതിയിൽ വരുന്നത്. ശരി മൊയ്തു. റെയിൽവേ കോൺട്രാക്ടേഴ്സ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് നജീബ് മണ്ണിൽ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ നജീബ്, പാളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്തില്ല, പാളങ്ങൾ മാറ്റണം, ഗുരുതരമായ വിള്ളലുകളുള്ള പാളങ്ങൾ മാറ്റണം എന്ന് അടയാളപ്പെടുത്തിയിട്ടും അതിൽ റെയിൽവേ അധികൃതർ അനാസ്ഥ കാണിച്ചു. ഇതൊക്കെയാണ്
കരുകുറ്റിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതുപോലെ 202 ഇടങ്ങളിൽ, കേരളത്തിലെ പാളങ്ങളിൽ 202 ഇടങ്ങളിൽ സമാന സ്വഭാവത്തിലുള്ള ഗുരുതരമായ വിള്ളലുകൾ ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നത്? നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് റോളാണുള്ളത്? ഞങ്ങള് വളരെയധികം പ്രതിസന്ധിയിലാണ് റെയിൽവേ കോൺട്രാക്ടേഴ്സ്. 3 മാസം മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്ന വെങ്കടേശ്വര റാവു എന്ന ഒരു അന്യ സംസ്ഥാന ഉദ്യോഗസ്ഥന്റെ പിടിപ്പുകേടാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ സാധാരണ താഴെക്കിടയിലുള്ള എഞ്ചിനീയർമാരുടെ മേൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും പണ്ട് പെരുമൺ ദുരന്തത്തിൽ കാട്ടിയതുപോലെയുള്ള അതേ നിലപാടാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ലൈവ് പ്രോഗ്രാം ജോലികൾ എന്തൊക്കെയാണ്? സുരേഷ് പറഞ്ഞത് വളരെയേറെ വാസ്തവമാണ്. അല്ല നജീബ്, നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? എന്തോ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഈ പറയപ്പെടുന്ന റെയിൽ മാറ്റം, സ്ലീപ്പർ മാറ്റം, ഇതിനാവശ്യമായ ബാലസ്റ്റ് മെറ്റലിടുക, പാക്കിംഗ് ചെയ്യുക, എല്ലാ വർക്കുകളും. ശരി, അപ്പൊ ഈ അടുത്ത സമയങ്ങളിലൊന്നും കേരളത്തിൽ പാളങ്ങൾ മാറ്റുന്ന ജോലിയിലേക്ക് നിങ്ങളെ വിളിച്ചിട്ടില്ല? തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 വർഷം 5 വർഷം മുമ്പ് മാറേണ്ട തീരദേശ റെയിൽവേ അത് ഇപ്പോഴാണ് മാറ്റിയത്. അത് ജനറൽ മാനേജറുടെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്പെക്ഷൻ ഉള്ളത് കൊണ്ടാണ് മാറ്റിയത്. അതിനു മുമ്പ് 5 വർഷത്തിന് മുമ്പ് മാറ്റപ്പെടേണ്ടതാണ്. അവിടെ നിരവധി വെൽഡുകൾ പൊട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതിനെ പഴയ റെയില് കട്ട് ചെയ്ത് വീണ്ടും വെൽഡ് ചെയ്തിടാൻ ഒരു നീക്കം റെയില് നടത്തി അത് പാഴാവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പുതിയ റെയില് കൊണ്ടുവന്നത്. ഇപ്പോൾ 20-30ഓളം കിലോമീറ്റർ മാറിക്കഴിഞ്ഞു. അല്ല, ഇപ്പോൾ നജീബ് കണ്ടല്ലോ, 202 പാളങ്ങളിൽ, കേരളത്തിലെ പാളങ്ങളിൽ 202 ഇടങ്ങളിൽ ചെറുതും വലുതുമായി അപകട സാധ്യതയുള്ള വിള്ളലുകൾ ഉണ്ടെന്നാണ് ഈ എഞ്ചിനീയർമാർ പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഈ പാളങ്ങൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. ഞങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഞങ്ങളുടെ ബില്ല് മാറി തരാത്തത് കൊണ്ട് എടുത്തിട്ടുള്ള വേലകൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ പറഞ്ഞല്ലോ, അന്യ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിൽ ഇവരെ നിയന്ത്രിക്കുന്നത്. ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിലെ ജനതയോട് യാതൊരു വിധമായ പ്രതിബദ്ധതയുമില്ല. ഞങ്ങളൊക്കെ പണി ചെയ്തിട്ട് ഓണമായിട്ട് പോലും ബില്ല് മാറി തരാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തുടർന്നുള്ള പണി ഞങ്ങളുടെ കോൺട്രാക്ടേഴ്സിന് തുടർന്ന് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് റെയിൽവേ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു ലാഭമോ എന്തെങ്കിലും അഴിമതി വർക്കിനകത്ത് കാണിക്കുവാനോ പറ്റാത്ത തരത്തിലുള്ള ലാഭം വളരെ കുറവാണ്. അപ്പോൾ 1 മാസം 2 മാസം ബില്ല് ഡിലേ ആയാൽ നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ കോൺട്രാക്ടർമാർ പൊതുവെ അവരുടെ ഡേറ്റ് കഴിഞ്ഞ വർക്കുകൾ ചെയ്യാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ന് എഞ്ചിനീയേഴ്സ് 32 അടുത്ത് വേഗത കുറച്ചു. എന്തു തന്നെ ആയാലും സാധാരണ ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിൻ അപകടമുണ്ടായാലും അതിന് പ്രതികാരം മേലുദ്യോഗസ്ഥന്മാരോട് കീഴുദ്യോഗസ്ഥന്മാർ പ്രതികാരം ചെയ്ത് 32 അടുത്ത് കോഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണെന്ന്. ശരി നജീബ്, ഞാൻ നജീബിലേക്ക് വരാം. ഇപ്പോൾ റിയാദിൽ നിന്ന് ഒരു പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. ആനി സാമുവൽ, കേൾക്കാമോ? ഹലോ ശ്രീമതി ആനി, കേൾക്കാമോ? കേൾക്കാമല്ലോ. ശ്രീമതി ആനി, ഇവിടെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അതെ, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, എന്നും ടി വി കാണുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുന്ന എന്റെ അഭിപ്രായത്തിൽ നെഗ്ലിജൻസ് എന്ന് പറയും. നമ്മള് എല്ലാ അപകടങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മൾ പറയൂ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്താണ് കുറെ ചർച്ചകൾ നടക്കുന്നു ടി വിയില്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമാണ്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കി അന്വേഷിച്ച് അത് മനസ്സിലാക്കി എവറി 5 years they can do something. ഞാൻ പറയുന്നില്ല എല്ലാ ദിവസവും ചെയ്യണം, അല്ല എല്ലാ മാസവും ചെയ്യണമെന്ന് പറയുന്നില്ല. എവറി 5 years they can observe this thing and they can solve this problem. അതാണ് എന്റെ അഭിപ്രായം. നെഗ്ലിജൻസ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ 1 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ പിന്നെ അത് എന്താ പറയുക? എല്ലാവരും ഇത് കാണുന്നുണ്ട്, ലോകം മുഴുവൻ കാണുന്നുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി വളർച്ചയിൽ ഉന്നതിയിലെത്തിയ രാജ്യമാണ്. ന്യൂ ടെക്നോളജി ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് എന്തോ അതിനെപ്പറ്റി പറയുക ഞാൻ. ശരിയാനി. തലശ്ശേരിയിൽ നിന്ന് പ്രിയേഷ് എന്ന പ്രേക്ഷകനുണ്ട്. പ്രിയേഷ്, ഹലോ. പ്രിയേഷിന് ഇനി ട്രെയിൻ യാത്ര ആശങ്കയുണ്ടാക്കുന്നതാണോ?
ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു കുഴപ്പം തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ട്രെയിൻ യാത്ര പോലെ സുരക്ഷിതമായ യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അപകടം സംഭവിക്കാം. ആദ്യം വേണ്ടത് 30 കിലോമീറ്റർ, ഇപ്പൊ 2 മാസത്തേക്ക് 30 കിലോമീറ്റർ സ്പീഡിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതിന് പകരം എത്രയും പെട്ടെന്ന് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് യാത്രക്കാരുടെ ക്ലേശങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ശരി പ്രിയേഷ്, കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ആശങ്കയിലാണോ? ഈ ചർച്ചയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലെ റെയിൽപാളങ്ങളിൽ 202 ഇടങ്ങളിൽ അപകട സാധ്യതയുള്ള വിള്ളലുകൾ ഉണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. കേരളത്തിലെ ട്രെയിൻ യാത്ര ആശങ്കയുടെ പാളത്തിലാണോ? പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പെഷ്യൽ എഡിഷനിൽ പങ്കുവയ്ക്കാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ഒപ്പം തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ CE ചാക്കുണ്ണി, റെയിൽവേ കോൺട്രാക്ടേഴ്സ് ഓർഗനൈസേഷന്റെ നജീബ് മന്നേൽ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ 202 വിള്ളലുകളുള്ള ഈ പാളത്തിലൂടെയാണ് ഇപ്പോഴും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോഴും കേരളത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം വേണ്ടേ? എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുക? തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, MP-മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി അടിയന്തരമായി ബന്ധപ്പെടും. കേരളത്തിലെ ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം, സാഹചര്യം എങ്ങനെയാണ് ഇതിനെ മാറ്റാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് റെയിൽവേ മന്ത്രിയുമായും റെയിൽവേ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യും. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ശ്രീ ചാക്കുണ്ണി, സുരക്ഷിതത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ റെയിൽവേ അധികാരികൾ എന്തെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തുക എന്നതിനപ്പുറത്ത് മറ്റൊരു തരത്തിലുള്ള കൺസേണും ഒരു തരത്തിലുള്ള ആശങ്കയും പരിഗണനയും അതിന് കിട്ടുന്നില്ല എന്നല്ലേ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? എന്താണ് യാത്രക്കാരുടെ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത്? ഏത് തരത്തിലുള്ള ഇടപെടലാണ് സാധ്യമാവുക? വളരെ ബഹുമാനപൂർവ്വം പറയട്ടെ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള MP-മാരെ ഞങ്ങളുടെ നിവേദനങ്ങൾ നല്ല ഫോളോ അപ്പ് എടുക്കാറുണ്ട്, മറുപടി തരാറുണ്ട്. അദ്ദേഹം ഇവിടെ പരാമർശിച്ചത് പെരുമൺ ദുരന്തത്തെ പറഞ്ഞ് അത് ശരിയാണ്. കടലുണ്ടി വലിയൊരു അപകടം ഉണ്ടായി. അതിൽ അന്വേഷണ റിപ്പോർട്ട് വന്നത് പാലത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യയിൽ ഒട്ടുമൊക്കെ ഉണ്ടെന്ന്. അത് ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ മാതിരി ഇത്രയും മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു റെയിൽപാത വേറെ ഇല്ല എന്നുള്ളതാണ് അനുഭവം വന്നിരുന്നത്. 2 ദിവസത്തിലൊരിക്കലെങ്കിലും വെള്ളമില്ലാത്തതില്ല. തെക്കൻ കേരളത്തെക്കാൾ അപകടമാണ് മലബാറിൻ്റെ കാര്യത്തിൽ. 153 കൊല്ലം കാലപ്പഴക്കമുള്ള പാലങ്ങളും പാതകളാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷമാണ് തെക്കൻ കേരളത്തിലേക്ക് റെയിൽവേ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക മലബാറിലെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സാർ ഉൾപ്പെടെ എടുക്കേണ്ട കാര്യത്തിൽ ഒരു സേഫ്റ്റി ഓഡിറ്റ് ഉടനടി നടത്തുക കേരളത്തിലെ റെയിൽപാളങ്ങളെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ജുഡീഷ്യൽ എൻക്വയറി വയ്ക്കുക. നമ്മൾ പഞ്ചാബിലെ കന്ന എന്ന ഒരു സ്റ്റേഷനടുത്ത് സമാനമായ ഒരു അപകടം ഉണ്ടായി. ഇപ്പോൾ കരിക്കുറ്റി നടന്ന അപകടത്തിന് സമാനമായത്. അവിടെ കുറേ ആളുകൾ മരിച്ചു. അന്നാണ് അവിടെ ജുഡീഷ്യൽ കമ്മിറ്റി ഏൽപ്പിച്ചത്. അപ്പം അന്ന് RK സിംഗ് ആയിരുന്നു ട്രാക്ക് ഡയറക്ടർ, അദ്ദേഹമായിരുന്നു ബോർഡിൽ. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷെ അതിൽ വന്നത് മെറ്റീരിയൽ ഡിഫക്റ്റാണ് പറഞ്ഞത്. റെയിലിൻ്റെ മെറ്റീരിയൽ ഡിഫക്റ്റ് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് വന്നത്. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ അന്നത്തെ ട്രാക്ക് ഡയറക്ടർ ബോർഡ് ചെയർമാനായി. അദ്ദേഹം റിപ്പോർട്ട് തള്ളി. അത് പുറം ലോകം കണ്ടില്ല. ഇവിടെ ഒരു വലിയ റിപ്പോർട്ട് വന്നാൽ വിദേശത്ത് നമുക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ റെയിൽ പാലങ്ങൾ സുരക്ഷിതമല്ല, യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ആ അവസ്ഥയിലെ കാര്യങ്ങളുള്ളത്. ഇവിടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 14% നിരക്ക് വർദ്ധിപ്പിച്ചു. മറ്റ് നിരക്കുകൾ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിച്ചു. അന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്ന് സുരക്ഷ, വേഗത, ശുചിത്വം. ഈ കാര്യങ്ങൾ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല, റേറ്റ് കൂട്ടാന്നല്ലാതെ. അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ കേരളത്തിലെ MP-മാരും സർക്കാരും ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യങ്ങൾ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം, വേക്കൻസി ഫില്ല് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മോൺസൂൺ കാലത്ത് രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ഉണ്ട്. ഇതിന് നിയോഗിച്ചിരിക്കുന്നത് വേണ്ടത്ര സ്റ്റാഫില്ല. ട്രാക്ക് വുമണിനെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്, ഗ്യാങ് വുമൺ. അവർക്ക് രാത്രി
പകല് പോലും ഇവിടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിലെ സ്ഥിതി. അവർ രാത്രി കിലോമീറ്ററോളം വിജനമായ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തിട്ട് ചെക്കിങ് നടത്താൻ കഴിയും. എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ അവരുടെ ഭർത്താക്കന്മാരെ കൂടെ കൂട്ടിയിട്ട് ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പെട്രോളിങ് നടത്തുന്നില്ല, അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല, യഥാസമയം നടത്തുന്നില്ല. 10ഓളം പാലങ്ങൾ അപകടത്തിലാണെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് യാതൊരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച് വളരെ ശരിയാണ്. കരാറുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ നജീബ് പറഞ്ഞ് ശരിയാ. എന്തുകൊണ്ട് ബില്ല് പാസ്സാക്കുന്നില്ല? ഇവിടെ കടം റെയിൽവേയിൽ എന്തെങ്കിലും കടങ്ങളുണ്ടോ? മാസങ്ങളോളം മുമ്പാണ് പണം കൊടുക്കുന്നത്. റെയിൽവേ ഒരു കടം കൊടുക്കുന്നില്ല. കരാറുകാരുടെ പൈസ യഥാസമയം കൊടുത്തെങ്കിലേ അവർ ജോലി ചെയ്യുള്ളൂ. ഈ കാര്യത്തിൽ കടുത്ത അനാസ്ഥയുണ്ട്. ആ കാര്യത്തിൽ ശക്തമായൊരു നീക്കം ഒറ്റക്കെട്ടായി നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട MP-യുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ഞാൻ പറയാണ്, കേരളത്തിലെ റെയിലുകളാണ് കൂടുതൽ അപകടം. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. 52 കിലോ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇവിടെ ദുരന്തങ്ങൾ ആവർത്തിക്കും. രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെയിലോര യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ്. ജനശതാബ്ദി ഇതേ സ്ഥലത്ത് ഒരു 6 മാസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട 12-07576 ജനശതാബ്ദി ആലുവയ്ക്കപ്പുറത്ത് വിള്ളൽ കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പയ്യൻ അവൻ്റെ ബനിയൻ ഉയർത്തി കാട്ടിയിട്ടാണ് വലിയ അപകടത്തിന് രക്ഷപ്പെട്ടത്. അതിൽ എത്രയോ ജീവൻ രക്ഷപ്പെടുത്തി, കോടികൾ റെയിൽവേ ലാഭം ഉണ്ടായി. 1 ഉറുപ്പ്യ പോലും അന്നത്തെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ റെയിൽവേയിലോ ആ കുട്ടിക്ക് ഒരു പാരിതോഷികം കൊടുക്കാൻ വരെ തയ്യാറായില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സംഘടനയാണ് 25,000 രൂപയും 77 ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി MP തന്ന 1 ലക്ഷം രൂപയാണ് ഞങ്ങളവർക്ക് കൊടുത്തത്. അങ്ങനത്തെ യാതൊരു പ്രോത്സാഹനവും ഇവിടെ ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. ഞാൻ ഇനി പ്രേക്ഷകർ കൂടി ഉണ്ട് ശ്രീ ചാക്കുണ്ണി. അവർക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി നമുക്ക് നോക്കാം. കായംകുളത്ത് നിന്ന് ഷറഫു ടെലിഫോണിലുണ്ട്. ഷറഫു കേൾക്കാമോ? പറയൂ ഷറഫു, ആശങ്കയുണ്ടോ കേരളത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ? സാറേ എന്റെ പൊന്നു സാറേ, ഞാൻ 17 രൂപയ്ക്ക് കേൾക്കാം പറഞ്ഞോളൂ സാറേ. 17 രൂപയ്ക്ക് കൊല്ലത്ത് യാത്ര ചെയ്ത വലിയ 17 രൂപ മദ്രാസ് യാത്രയ്ക്ക്. അന്ന് മുതൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു യാതൊരു നീതിയും കേരളത്തിൽ കാണിച്ചിട്ടില്ല. എത്ര 15 ബോഗികള് ബാത്റൂമിനകത്ത് കയറി എന്തൊരു പാടെ. കാരണം അത് സൈഡെല്ലാം കാണിച്ചുകൊണ്ട് മൂത്രം മാത്രം കളം കെട്ടി കിടക്കുക. ഞാൻ മദ്രാസിൽ നിന്ന് ഒരു പ്രാവശ്യം വന്നത് എഗ്മോറിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷൻ പാലക്കാട് വരെ ഒറ്റക്കാലിൽ നിന്ന് വന്ന് ഒറ്റക്കാലില്. രണ്ടാമത്തെ കാലിലേക്ക് അവിടെ സ്ഥലമില്ല. അത്ര ഇത്. അതുപോലെ ഇപ്പൊ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്, എഗ്മോർ ഗുരുവായൂർ. 22 ബോഗിയായിട്ടും എഗ്മോറിൽ വിടും. അത് പിന്നെ മധുര വരുമ്പോ 8 മാറ്റിയിട്ട് ബാക്കി 14 പറഞ്ഞു വിടും. വൈക്കോല് കയറ്റുന്നതല്ല അതിനകത്ത് അള്ള കയറ്റുന്നത്. എറണാകുളം നിന്നത്തെ കാര്യങ്ങൾ തൊട്ട് വേണമെങ്കിൽ പെട്ടെന്ന് പാട്. ഞാൻ രാത്രി 1 മണിക്ക് ഇവിടുന്ന് മദ്രാസിൽ പോകാൻ വേണ്ടിക്കില്ല. ഏത് ഉഴിത്തറ വരെ ശ്വാസം വിടാൻ സ്ഥലമില്ലാത്തതിന്. ഞാൻ ഈ ദൂഷിച്ച അനുഭവം അല്ല ഇന്ന് വരെ എനിക്ക് ട്രെയിനിൽ ഉണ്ടായിട്ടില്ല. കാരണം റെയിൽവേ. ശരി ഷറഫു, ഉണ്ണികൃഷ്ണൻ എന്ന പ്രേക്ഷകനുണ്ട്. ഉണ്ണികൃഷ്ണൻ, എവിടുന്നാണ് താങ്കൾ വിളിക്കുന്നത്? ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ ഉണ്ണി. ഞാൻ വർഷങ്ങളായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് യാത്ര എപ്പോഴും വളരെ സൗകര്യമായിട്ട് തോന്നുന്നത് തീവണ്ടിയിലാണ്. എന്നാൽ ഈ ട്രാക്കുകൾ മാത്രമല്ല, കമ്പാർട്ട്മെന്റുകൾ പോലും വളരെയധികം പഴക്കം ചെന്നതും അപകടകരമായ നിലയിലുള്ളതുമാണ്. പലപ്പോഴും കമ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ സൈഡിലുള്ള ഷട്ടറുകൾ കയ്യിൽ വീണ് അപകടം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേടിച്ചിട്ട് അതിന്റെ ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല. ടോയ്ലറ്റിന്റെ അടിഭാഗം അടർന്നു പോയ സംഭവം വരെയുണ്ട്. ഇത് കേരളത്തോടുള്ള തികഞ്ഞ അവഗണനയാണ് റെയിൽവേയുടെ. പലപ്പോഴും ഡെമു പോലുള്ള ചില നല്ല കോച്ചുകൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് കൊതിപ്പിച്ച് തിരിച്ച് തമിഴ്നാട്ടിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ കൊണ്ടുപോകും. കേരളത്തിലെ ഒരു വണ്ടിയുടെ കോച്ചുകൾ പോലും ഒരു വൃത്തിയുള്ളതോ പഴക്കം ചെല്ലാത്തതോ ഇല്ല. അതുപോലെ ട്രാക്കിന്റെ കാര്യവും വളരെ ശോചനീയ അവസ്ഥയാണ്. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകുന്ന ഒരു മെയിലിൽ കയറിയാൽ ആ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു കുടുക്കമാണ്. എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അതുകൊണ്ട് തന്നെ അവരുടെ അസുഖം കൂടും. അത് കുറെ നാൾ അതിൽ നിലനിന്നിരുന്നു. ഞാൻ പല പ്രാവശ്യം അതിൽ പോയപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ശരി ഉണ്ണികൃഷ്ണൻ. ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും അധികം വരുമാനം നേടിക്കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഓരോ തവണ ബജറ്റിന് ശേഷവും കേരളത്തിലെ റെയിൽവേ ദുരിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പല വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ വന്ന് നമ്മുടെ ട്രെയിൻ യാത്രയുടെ സുരക്ഷിതത്വം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി എത്തിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ കാലപ്പഴക്കം വന്ന കോച്ചുകൾ, ഒരു തരത്തിലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത പാളങ്ങൾ, അതുപോലെ തന്നെ മറ്റ് റെയിൽവേയുമായി അനുബന്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്, ഈ പുതിയ ട്രെയിനുകൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ MP-മാർക്ക്
അതേപോലെ തന്നെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികൾക്ക് വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിച്ച് നേടിയെടുക്കുന്നതിന് പരിമിതികളുണ്ടോ? ഇല്ല, റെയിൽവേ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ്. നമുക്ക് വളരെ കുറച്ച് റെയിൽവേ ലൈനുകൾ മാത്രമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ കൂടുതലാണ്, യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്, നമുക്ക് ലൈനുകളുടെ എണ്ണം കുറവാണ്. മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിസ്തൃതി, സംസ്ഥാനത്തിൻ്റെ വിസ്തൃതിയും അതുപോലെ തന്നെ ജനസംഖ്യയും അതോടൊപ്പം തന്നെ പാളങ്ങളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാൾ ആവറേജ് അവർക്ക് കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തമിഴ്നാട് ആയിരുന്നാലും കർണാടക ആയിരുന്നാലും ആന്ധ്രയൊക്കെ ആയിരുന്നാലും അത് കേരളത്തിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി റെയിൽവേയുടെ റിസോഴ്സസ് നമുക്ക് കേരളത്തിൻ്റെ വരുമാനം എന്ന രീതിയിൽ മാത്രമല്ല അവർ കാണുന്നത്. അത് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സോൺ അനുസരിച്ചുള്ള റവന്യൂ അനുസരിച്ചാണ് അവർ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും ശരി തന്നെ, ഈ പറഞ്ഞതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങൾ കാലാകാലങ്ങളിൽ റെയിൽവേ ബജറ്റിൻ്റെ ചർച്ചാ വേളയിലും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ജനറൽ മാനേജർ ലെവലിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലും പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ഒക്കെ തന്നെ കേരളത്തിലെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളും കേരളത്തിൻ്റെ റെയിൽവേയുടെ അവഗണനയും ഒക്കെ തന്നെ ഞങ്ങൾ നിരന്തരം ഉന്നയിക്കാറുണ്ട്. ഞങ്ങൾ ഈ കാര്യം വളരെ ശക്തമായി തന്നെ പറയാറുണ്ട്. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റെയിൽവേയുടെ ചർച്ചയിൽ ശക്തമായി ഉന്നയിക്കുന്ന കേരളത്തിലെ എംപിമാരാണ് ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തന്നെ. പക്ഷേ നമുക്ക് വേണ്ടത്ര നീതി ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എങ്കിലും നമുക്ക് ഈ സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ റെയിൽവേയുടെ മുന്നിൽ കേരളത്തിൻ്റെ റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് റെയിൽവേയുമായി ചേർന്ന ഒരു ജോയിൻറ്റ് വെഞ്ചർ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ റെയിൽവേ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കുറേ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സംസ്ഥാന ഗവൺമെൻറ് വിഹിതം കൂടി റെയിൽവേക്ക് കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരാണ് ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അങ്ങനെ മുൻകാലങ്ങളിൽ പറയുന്നത് നിങ്ങൾ റെയിൽവേക്ക് പണമില്ല, റെയിൽവേയുടെ റിസോഴ്സസ് വളരെ കുറവാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഫണ്ട് റെയിൽവേക്കില്ല, അതുകൊണ്ട് നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് കൂടി സഹകരിക്കണം, സംസ്ഥാന ഗവൺമെൻറ് കൂടി ഫണ്ട് നീക്കിവെക്കണം റെയിൽവേ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്ന് റെയിൽവേ പറഞ്ഞപ്പോൾ തന്നെ അക്കാര്യത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുമായി ചില കരാറുകൾ ഒപ്പിടുകയും ചെയ്തു. ഉദാഹരണമായിട്ട് തിരുവനന്തപുരം ചെങ്ങന്നൂർ സബർബൻ ട്രെയിനിന് വേണ്ടിയുള്ള കരാർ ഒപ്പിടുകയുണ്ടായി. അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റെയിൽവേ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് 50-50 എന്ന രീതിയിലുള്ള അതിൻ്റെ ഡിസ്കഷൻ നടന്നു വരുന്നു. അപ്പോൾ കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ശരി, ശ്രീ കൊടുങ്ങല്ലൂർ സുരേഷ്, ഈ ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ ഇരിക്കുന്നത് കൊല്ലത്താണല്ലോ. കൊല്ലത്ത് ട്രെയിൻ സിഗ്നൽ തെറ്റി ഓടി ഓച്ചിറയിൽ ഒരു തീവണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് എന്ന ഫ്ലാഷ് ന്യൂസാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ സാന്ദർഭികമായി ഇവിടെ തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് കൊല്ലത്തെ ഓച്ചിറയിൽ സിഗ്നൽ തെറ്റി ഓടിയതിന് പിടിച്ചിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമാർ ബാബു കൊല്ലത്ത് നിന്നുണ്ട്. ശ്യാം, എന്താണ് സംഭവം? ഗോപികൃഷ്ണൻ, ക്ഷമിക്കണം, ഇത് ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് അല്ല, മറിച്ച് തിരുവനന്തപുരത്തു നിന്നും പോയ ചെന്നൈ എക്സ്പ്രസ് ആണ് പിടിച്ചിട്ടിരിക്കുന്നത്. 6 മണിക്ക് ശേഷം തിരുവനന്തപുരത്തു നിന്നും തിരിച്ച ചെന്നൈയിലേക്ക് തിരിച്ച ചെന്നൈ എക്സ്പ്രസ് ആണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഇത് ഓച്ചിറയിലാണ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. ട്രാക്ക് തെറ്റിച്ച് ഓടി എന്നതിനെ തുടർന്നാണ് ഈ ട്രെയിൻ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. സദേൺ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓച്ചിറയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയം മുൻപാണ് ഓച്ചിറയിൽ ഈ ട്രെയിൻ തടഞ്ഞിട്ടത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ മാറി ഓടുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഓച്ചിറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. യാത്രക്കാരിൽ നിന്ന് നമുക്കാണ് ഇപ്പോൾ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം ട്രെയിൻ ഏതാണ്ട് 15 മിനിറ്റ് മുമ്പാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഗോപികൃഷ്ണൻ, തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ആണ് ഓച്ചിറയിൽ സിഗ്നൽ തെറ്റി ഓടിയതിന് പിടിച്ചിട്ടിരിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ട്രെയിൻ ഗതാഗതം എത്രമാത്രം സുരക്ഷിതമാണ് എന്നത് സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട ഇടപെടൽ നടത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണാധികാരികൾക്കുമുണ്ട്. അതുണ്ടാകും എന്ന പ്രതീക്ഷയോടാണ് സ്പെഷ്യൽ എഡിഷൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ സി ചാക്കുണ്ണി, ശ്രീ നജീബ് മണ്ണയിൽ, ഒപ്പം തന്നെ ഈ ചർച്ചയോട് സഹകരിച്ച മറ്റ് പ്രേക്ഷകർക്കും. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസറത്ത് കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.